എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ഷോർട്ട് വീഡിയോ ആണ്. മാക്സിമം കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ. പ്രീവിയസ് ചോദ്യമാണ്, ഇന്ത്യയുടെ ക്ലൈമറ്റിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ. ഈ ഘടകങ്ങളെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കാം. ഇന്ത്യയുടെ കാലാവസ്ഥയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. എങ്ങനെ? ഇന്ത്യയുടെ സ്ഥാനം അല്ലെങ്കിൽ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ഘടകങ്ങളെന്നും അന്തരീക്ഷ മർദ്ദം, കാറ്റ് എന്നിവ കൊണ്ടുണ്ടാവുന്ന ഘടകങ്ങളെന്നും. നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയുടെ സ്ഥാനം അല്ലെങ്കിൽ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ എങ്ങനെയാണ് ഇന്ത്യയുടെ ക്ലൈമറ്റിനെ നിർണ്ണയിക്കുന്നതെന്ന് മാത്രമാണ്. ഷോർട്ട് വീഡിയോ നമുക്ക് വേഗത്തിൽ നോക്കാം. ഉള്ളിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ വേണ്ട പോയിന്റ്സ് മാത്രമേ പറയൂ, അത് നോട്ട് ചെയ്ത് പഠിക്കാം. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് സ്ഥാനവും ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ. ഇന്ത്യയുടെ പൊസിഷൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ ആ ഫിസിയോഗ്രഫി കൊണ്ടുണ്ടാവുന്ന ക്ലൈമറ്റിനകത്ത് വരുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? നമ്പർ 1 അക്ഷാംശമാണ്. ഒന്നാമത്തെ ഫാക്ടർ എന്താണ്? ഇന്ത്യയുടെ അക്ഷാംശം. 2 ഇന്ത്യയുടെ കടലിന്റെയും കരയുടെയും വിതരണം. 3 കടലിൽ നിന്നുള്ള അകലം, പ്രദേശങ്ങളുടെ അകലം. 4 ഉയരം. അതുപോലെ 5 റിലീഫ് അഥവാ ഭൂപ്രകൃതി. 5 ഫാക്ടേഴ്സ് ആണ് കാലാവസ്ഥയെ ബാധിക്കുന്നത്. എന്തിന്റെ ബേസിസിൽ? സ്ഥാനവും ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ബേസിസിൽ. മനസ്സിലാവുന്നുണ്ടല്ലോ? അക്ഷാംശം, കരയുടെയും കടലിന്റെയും വിതരണം, കടലിൽ നിന്നുള്ള അകലം, ഭൂപ്രകൃതി, അതുപോലെ തന്നെ ഉയരം. ഇത്രയുമാണ് ഇന്ത്യയുടെ കാലാവസ്ഥയെ ബാധിക്കുന്ന സ്ഥാനവും ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി അകത്തുള്ള കാര്യങ്ങൾ ഓടിച്ചിട്ടൊന്ന് പറയാം. ഇന്ത്യയുടെ അക്ഷാംശീയ സ്ഥാനം എത്രയാണ്? ഉത്തരാക്ഷാംശം 8°4' മുതൽ 37°6' വരെയാണ് ഇന്ത്യയുടെ ഉത്തരാക്ഷാംശം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ നടുഭാഗത്തൂടെ, മധ്യഭാഗത്തുകൂടെ കിഴക്ക് പടിഞ്ഞാറായി കടന്നു പോകുന്ന ഉത്തരായന രേഖ അറിയാവല്ലോ. കിഴക്ക് പടിഞ്ഞാറൂടെ ഉത്തരായന രേഖ നമ്മുടെ ഇന്ത്യയെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 2 ഗോളങ്ങളായിട്ട് അല്ലെ, ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഉത്തരായന രേഖയ്ക്ക് വടക്കു ഭാഗത്തെ നമ്മൾ എന്ത് വിളിക്കും? ഉത്തരേന്ത്യ എന്ന് വിളിക്കും. അതുപോലെ തെക്കു ഭാഗം എന്താണ്? ദക്ഷിണേന്ത്യ ആണല്ലോ. ഈ ഉത്തരേന്ത്യ എന്ന് പറയുന്നത് ഉപ ഉഷ്ണ മേഖലയും മിതോഷ്ണ മേഖലയും ഉൾപ്പെടുന്ന പ്രദേശമാണ്. പഠിച്ചു വെക്കുക. ഉത്തരേന്ത്യ എന്ന് പറയുന്നത് ഉപോഷ്ണ മേഖലയും മിതോഷ്ണ മേഖലയും ഉൾപ്പെടുന്ന മേഖലയാണ്. ഇനി ഉത്തരായന രേഖയ്ക്ക് തെക്ക് ഭാഗം എന്ന് പറയുന്നതോ ട്രോപ്പിക്കൽ സോൺ ആണ്. തെക്ക് ഭാഗം ഉഷ്ണമേഖലയാണ്. പഠിച്ചു വെക്കുക, തെക്ക് ഭാഗം ഉഷ്ണമേഖലയാണ്. ഭൂമധ്യരേഖയ്ക്ക് അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത് ആരാണ്? ഉഷ്ണമേഖലയാണ് അല്ലെ. ഭൂമധ്യരേഖയ്ക്ക് തൊട്ടടുത്തെന്ന് പറയുമ്പോൾ അവിടെ ചൂടാണെന്ന് ഓർക്കുക. ഉഷ്ണമേഖല ആയതുകൊണ്ട് അവിടെ വർഷം മുഴുവൻ എന്തായിരിക്കും? എപ്പോഴും താപനില കൂടുതലായിരിക്കും, ഉയർന്ന താപനിലയായിരിക്കും. കുറഞ്ഞ ദൈനിക താപാന്തരം, കുറഞ്ഞ വാർഷിക താപാന്തരം എല്ലാം അനുഭവപ്പെടുന്ന ഒരു മേഖലയാണ് ഉഷ്ണമേഖല എന്ന് പറയുന്നത്. ഇനി ഉത്തരായന രേഖയ്ക്ക് വടക്കുള്ള പ്രദേശങ്ങളിൽ അവ ഭൂമധ്യരേഖയിൽ നിന്ന് എന്തായിരിക്കും? അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും? ദിവസത്തിലെയും വർഷത്തിലെയും ഉയർന്ന താപ വ്യതിയാനത്തോടു കൂടിയ തീവ്ര കാലാവസ്ഥ അനുഭവപ്പെടുന്നു. അപ്പൊ ഉഷ്ണമേഖല എന്ന് പറയുന്നത് ഭൂമധ്യരേഖയോട് ചേർന്ന് കാണുന്നത് കൊണ്ട് അവിടുത്തെ ഉയർന്ന അതായത് എക്സ്ട്രീം ക്ലൈമറ്റിലോട്ട് പോകുന്നില്ല. എന്നാൽ ഉത്തരേന്ത്യ ഉൾപ്പെടുന്ന ഉഷ്ണമേഖല, മിതോഷ്ണ മേഖല എന്ന് പറയുന്നത് ഭൂമധ്യരേഖയിൽ നിന്നും അകലെ ആയതുകൊണ്ട് എന്ത് പറ്റുന്നു? ഉത്തരായന രേഖയ്ക്ക് വടക്കുള്ള പ്രദേശങ്ങളില് ദൈനിക വാർഷിക ഉയർന്ന താപ വ്യതിയാനത്തോടു കൂടിയ തീവ്രമായ കാലാവസ്ഥ അനുഭവപ്പെടുന്നു. ഒന്നാമത്തെ ഫാക്ടർ കഴിഞ്ഞു. അക്ഷാംശം. പറഞ്ഞ പോയിന്റ്സ് എല്ലാം റിപ്പറ്റേറ്റീവ് ആയിട്ട് ചോദിക്കുന്നതാണ്, പഠിച്ചു വെക്കാം. 2 നമുക്കറിയാം, ഹിമാലയ പർവ്വതത്തിന്റെ പൊസിഷൻ. ഹിമാലയ പർവ്വതത്തിന്റെ പൊസിഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇന്ത്യയുടെ വടക്കൻ അതിർത്തിയിൽ ഉയർന്നു നിൽക്കുന്ന ഒന്നാണ് നമ്മുടെ ഹിമാലയ പർവ്വതവും അതിനോട് തുടർന്നുള്ള കുറെ മലനിരകൾ എന്ന് പറയുന്നത് ആണല്ലോ. ഇത് ഏറ്റവും വലിയ ഒരു കാലാവസ്ഥയെ ബാധിക്കുന്ന ഒരു സംഭവമാണ്. ഇത് ഹിമാലയ പർവ്വതം വടക്കു നിന്ന് വരുന്ന ശീതക്കാറ്റിനെ പ്രതിരോധിച്ച് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഒരു അതായത് വടക്കു നിന്ന് വീശുന്ന ശീതക്കാറ്റിനെ ഇതങ്ങ് തടഞ്ഞു നിർത്തും. അതുകൊണ്ട് തന്നെ ആ കാറ്റ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കത്തില്ല. ഈ ശീതക്കാറ്റുകൾ ആർട്ടിക് വൃത്തത്തിനടുത്ത് നിന്ന് ഉത്ഭവിച്ച് മധ്യ ഏഷ്യയിലേക്കും പൂർവ്വ ഏഷ്യയിലേക്കും അങ്ങ് വീശുന്നു. കൂടാതെ ഹിമാലയ പർവ്വതം മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തുക വഴി മൺസൂൺ മഴ നമുക്ക് ഉപഭൂഖണ്ഡത്തിൽ ലഭ്യമാകുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ വടക്ക് നിന്ന് ടിബറ്റൻ പീഠഭൂമിയിൽ നിന്ന് വീശുന്ന ശീതക്കാറ്റിനെ തടഞ്ഞു നിർത്തുകയും മൺസൂൺ കാറ്റിനെ അങ്ങോട്ട് പോകാതെ തടഞ്ഞു, അതായത് ടിബറ്റിൽ നിന്ന് ഇങ്ങോട്ട് കയറാതെയും മൺസൂൺ കാറ്റിനെ അങ്ങോട്ട് വിടാതെയും തടഞ്ഞു നിർത്തുന്നു. ഇങ്ങോട്ട് വന്നാൽ നമുക്ക് നഷ്ടമാണ്. ടിബറ്റൻ പീഠഭൂമിയിൽ നിന്നൊക്കെ വീശുന്ന ശീതക്കാറ്റ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് നാശനഷ്ടം ഉണ്ടാക്കും. അതിനെ ഇങ്ങോട്ട് കയറ്റത്തുമില്ല.
മൺസൂൺ കാറ്റിനെ ഇവിടെ തടഞ്ഞു നിർത്തി നമുക്ക് മൺസൂൺ പ്രൊവൈഡ് ചെയ്യുന്നതും ആര് തന്നെ? ഹിമാലയ പർവ്വതം തന്നെയാണ്. അപ്പൊ 2 ഫാക്ടേഴ്സ് പഠിച്ചു. ഇനി 3 കരയുടെയും കടലിന്റെയും വിതരണം എന്ന് പറയുന്നത്. നമുക്കറിയാം ഇന്ത്യൻ ഭൂഖണ്ഡത്തിന്റെ 3 ഭാഗവും എന്താണ്? ഇന്ത്യൻ മഹാസമുദ്രത്താലും വടക്കു ഭാഗം ഉയർന്നു നിൽക്കുന്ന ഹിമാലയത്താലും ചുറ്റപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ കടലിനെ അപേക്ഷിച്ച് നമുക്കറിയാം കര എന്ത് പറ്റും? വേഗത്തിൽ ചൂടുപിടിക്കുകയും വേഗത്തിൽ തണുക്കുകയും ചെയ്യുന്നു. ഇത് ഇന്ത്യൻ ഭൂഖണ്ഡത്തിലും സമീപ പ്രദേശങ്ങളിലും വിവിധ കാലങ്ങളിൽ വ്യത്യസ്തമായ മർദ്ദ കേന്ദ്രങ്ങൾ സൃഷ്ടിക്കുന്നതിന് കാരണമാകുന്നു. ഇത്തരം മർദ്ദ വ്യതിയാനം മൺസൂൺ കാറ്റുകളുടെ ദിശാമാറ്റത്തിന് കാരണമാകുന്നു. അപ്പൊ ഇവിടെ ഓർക്കേണ്ട കാര്യം എന്താണ്? കരയും കടലിന്റെയും വിതരണം എങ്ങനെ ബാധിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം 3 ഭാഗം കടലും മുകൾ ഭാഗത്ത് എന്താണ്? പർവ്വതവുമാണ്. അപ്പൊ നമുക്ക് എപ്പോഴും പറയുന്ന പോലെ തന്നെ കര പെട്ടെന്ന് ചൂട് പിടിക്കും, പെട്ടെന്ന് തണുക്കും. എന്നാൽ വെള്ളം എന്ന് പറയുന്നത്, സമുദ്രം എന്ന് പറയുന്നത് പതുക്കെ ചൂട് പിടിക്കത്തുള്ളൂ, പക്ഷെ അത് തണുക്കാൻ സമയം ഒത്തിരി എടുക്കും. അപ്പൊ ചൂട് കൂടുന്നതിനനുസരിച്ചുള്ള പ്രഷർ വേരിയേഷൻ നമുക്കറിയാലോ. അപ്പൊ കരയും കടലും തമ്മിൽ ഒരു പ്രഷർ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ മൺസൂൺ കാറ്റുകൾ ഉണ്ടാവുന്നതും ദിശാ വ്യതിയാനം ഉണ്ടാവുന്നതും. അതും എന്തിന് കാരണമാകുന്നു? ഇന്ത്യൻ ക്ലൈമറ്റിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ഇനി കടലിൽ നിന്നുള്ള അകലം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ഇന്ത്യയിലെ വിശാലമായതും നീളമേറിയതുമായ തീരപ്രദേശങ്ങളിൽ സമുദ്ര സാമീപ്യം മൂലം മിതമായ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. അതായത് തൊട്ട് കിടക്കുന്ന ആൾക്കാർക്ക് ഒരു എക്സ്ട്രീം ക്ലൈമറ്റിലോട്ട് പോകില്ല. അതായത് സമുദ്രത്തിനോട് തൊട്ട് കിടക്കുന്ന ആൾക്കാർക്ക് എക്സ്ട്രീം ക്ലൈമറ്റ് ഇല്ല. എന്നാൽ കടലിൽ നിന്നും ദൂരോട്ട് പോകും തോറും, അതായത് ഉൾപ്രദേശങ്ങളാവുമ്പോഴത്തേക്കും അവിടെ എക്സ്ട്രീം ക്ലൈമറ്റ് ആയിരിക്കും അനുഭവപ്പെടുന്നത്. അതായത് ടെമ്പറേച്ചർ കൂടിയാൽ ഭയങ്കര ടെമ്പറേച്ചർ, തണുപ്പ് വന്നാൽ ഭയങ്കര തണുപ്പായിരിക്കും. എവിടെ? സമുദ്രത്തിൽ നിന്നും ദൂരോട്ട് പോകുന്നതിനനുസരിച്ച്. ഇതിനാലാണ് കൊങ്കൺ തീരത്തും മുംബൈയിലുമുള്ള ജനങ്ങൾക്ക് താപനിലയിലെ അസഹനീയതയും ഋതുഭേദങ്ങളുടെ താളക്രമവും കൃത്യമായിട്ട് അറിയാൻ സാധിക്കാത്തത്. അതെന്താ കാര്യം? അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്രത്തിനോട് അടുത്ത് കിടക്കുകയാണ്. അപ്പൊ അവർക്ക് എക്സ്ട്രീം ആയിട്ടുള്ള ഒരു സംഭവത്തിലേക്ക് പോകത്തില്ല. എന്നാൽ ഡൽഹി, കാൺപൂർ, അമൃത്സർ, രാജസ്ഥാൻ ഉൾപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഈ ഒരു വ്യത്യാസം എല്ലാ മേഖലയും ബാധിക്കുക. അവർക്ക് എക്സ്ട്രീം ക്ലൈമറ്റ് ആയിരിക്കും. തണുപ്പാണെങ്കിൽ ഭയങ്കര തണുപ്പ്, ചൂടാണെങ്കിൽ ഭയങ്കര ചൂട്. നെക്സ്റ്റ് വൺ എന്താണ്? ഉയരം എന്നുള്ളതാണ്. ഇപ്പൊ ഉയരം കൂടുന്തോറും എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ടെമ്പറേച്ചർ കുറയും. ഉയരം കൂടുന്തോറും ടെമ്പറേച്ചർ കുറയും. ഉയരമേറിയ പർവ്വത പ്രദേശങ്ങൾ സമതലത്തിനേക്കാളും തണുപ്പുള്ളതായിരിക്കും. എക്സാമ്പിൾ എന്താ? ആഗ്ര, ഡാർജിലിംഗ് അല്ലെ? ആഗ്രയും ഡാർജിലിംഗും ഒക്കെ അക്ഷാംശ പ്രദേശം ഒന്നാണെങ്കിലും ജനുവരി താപനില ആഗ്രയിൽ 10 ഡിഗ്രി സെൽഷ്യസും എന്നാൽ ഡാർജിലിംഗിൽ എത്ര ആയിരിക്കും? 4 ഡിഗ്രി സെൽഷ്യസിലും ആയിരിക്കും. അതായത് ഉയരം കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറയുന്നതാണ്. അതും ക്ലൈമറ്റിനെ ബാധിക്കുന്ന ഒരു ഫാക്ടറാണ്. ഇനി ലാസ്റ്റ് വണ്ണാണ് ഭൂപ്രകൃതി അഥവാ റിലീഫ് എന്ന് പറയുന്നത്. എങ്ങനെയാ ബാധിക്കുന്നത്? നമ്മുടെ ഭൂപ്രകൃതി നമുക്കറിയാം, എങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഇന്ത്യയുടെ സവിശേഷമായ ഭൂപ്രകൃതി അതിന്റെ താപവിതരണം, അന്തരീക്ഷ മർദ്ദം, കാറ്റിന്റെ ദിശ, വേഗത, മഴയുടെ അളവ് വിതരണം തുടങ്ങിയവയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. പശ്ചിമഘട്ട മലനിരകളുടെയും അസമിന്റെയും കാറ്റിന് അഭിമുഖമായ ഭാഗങ്ങളിൽ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലങ്ങളിൽ നമുക്കറിയാം ഇടവപ്പാതി മഴ അല്ലെ കിട്ടുന്ന ഒരു സമയമാണ്. പശ്ചിമഘട്ടത്തിന്റെ ഓപ്പോസിറ്റ് സൈഡിലോ വരണ്ട കാലാവസ്ഥയായിരിക്കും ആ സമയത്ത് അനുഭവപ്പെടുന്നത്. കാരണം ഇവ പശ്ചിമഘട്ടത്തിന്റെ മഴ നിഴൽ പ്രദേശങ്ങളാണെന്ന് പറയാം. അപ്പൊ അതും എന്താണ്? ഭൂപ്രകൃതിയുടെ കിടപ്പും കാലാവസ്ഥയെ ബാധിക്കുന്ന ഒരു ഘടകമാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇന്ത്യയുടെ കാലാവസ്ഥയെ നിർണ്ണയിക്കുന്നത്, ഏത് രീതിയിൽ നിർണ്ണയിക്കുന്നത്, ഇന്ത്യയുടെ പൊസിഷനും ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? നമ്പർ 1 അക്ഷാംശം, നമ്പർ 2 കരയുടെയും കടലിന്റെയും വിതരണം, നമ്പർ 3 കടലിൽ നിന്നുള്ള ദൂരം, നമ്പർ 4 ഉയരം എന്ന് പറയുന്നത്, നമ്പർ 5 റിലീഫ് അഥവാ ഭൂപ്രകൃതി. ഇതിനകത്ത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് ബാക്കി, അതായത് അന്തരീക്ഷ മർദ്ദം, കാറ്റ് എന്നിവയെ ബാധിക്കുന്ന ഫാക്ടേഴ്സും ജെറ്റ് പ്രവാഹം, അതുപോലെ നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്. എൽനിനോ, ലാനിനോ പ്രതിഭാസം, അതുപോലെ വെസ്റ്റേൺ സൈക്ലോണിക് ഡിസ്റ്റർബൻസ്, അതൊക്കെ നമുക്ക് ആ കൂട്ടത്തിൽ പറഞ്ഞു പോകാം. അപ്പൊ ഷോർട്ട് വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ മാക്സിമം സ്പീഡിൽ പറഞ്ഞത്. ഇതൊക്കെ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, റിവൈസ് ചെയ്യാനൂടെ യൂസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. എനിക്കൂടെ ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ, നിങ്ങൾക്ക് പ്രയോജനമാകുന്നുണ്ടോ എന്ന് ഒന്ന് ലൈക്ക് ചെയ്യുക. ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊന്ന് ഷെയർ ചെയ്യുക, കമന്റും കൂടെ ചെയ്തേക്കുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.